നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചുകൊണ്ടുകൂടാ നമ്മുടെ സ്കിൻ ഒന്ന് ബ്രൈറ്റ് ആക്കാനും വിറ്റാമിൻ സി അടങ്ങിയിട്ടുള്ള നല്ലൊരു പാക്കാണ് കേട്ടോ. നമുക്കിത് ആഴ്ചയിൽ 2 വട്ടം വെച്ചിട്ട് ഉപയോഗിക്കുക. എല്ലാവരുടെ സ്കിന്നും തിളങ്ങട്ടെ. നമുക്ക് സ്കിൻ എല്ലാവർക്കും തിളങ്ങിയിരിക്കണം തന്നെയാണ് ഇഷ്ടം. മുഖത്ത് പാടുകളൊന്നും ഇല്ലാതെ നല്ലൊരു സ്കിൻ എല്ലാവരുടെയും സ്വപ്നമാണ്. പക്ഷേ ഇന്നത്തെ കാലത്ത് നമുക്ക് ഒട്ടും കാണാൻ പറ്റാത്തത് അതാണ്. കാരണം എന്താണെന്ന് വെച്ചുകൊണ്ട് പറഞ്ഞാൽ അധിക പേരുടെ മുഖത്ത് നമ്മൾ കാണുന്നത് പിഗ്മെൻറ്റേഷനാണ്. മെയിനായിട്ട് നമ്മളൊരു 10-30 വയസ്സാകുമ്പോഴേക്കും സ്കിന്ന് ശ്രദ്ധിച്ചതിന് ശേഷം നമുക്ക് ഓടി വരണ കാര്യം ഈ പിഗ്മെൻറ്റേഷൻ തന്നെയാണ്. പിന്നെ വരണ ഒരു കാര്യം എന്താണെന്ന് വെച്ചുകൊണ്ട് പറഞ്ഞാൽ ഡാർക്ക് സർക്കിളാണ് കണ്ണിന് ചുറ്റും. നമ്മൾക്ക് ഡാർക്ക് സർക്കിൾ മെയിനായിട്ട് വരുന്നത് ടെൻഷനാണ് ഒന്ന്. പിന്നെ നമ്മൾ ഡെയിലി മരുന്ന് എടുക്കണവർക്ക് വരും. പിന്നെ അതുപോലെ തന്നെ ലാപ്ടോപ്പും ഫോണൊക്കെ ഒരുപാട് ഉപയോഗിക്കുന്നവർക്ക് കണ്ണിന് ചുറ്റും നമുക്ക് ഡാർക്ക് സർക്കിൾ വരും. നമുക്ക് നമ്മുടെ ജോലിയാണ്, നമുക്കത് ചെയ്യാതിരിക്കാൻ പറ്റില്ല, നമുക്കത് ചെയ്തേ പറ്റൂ. അതിൻ്റെ കൂടെ നമ്മൾ ഈ കുറച്ച് കാര്യം കൂടി ശ്രദ്ധിച്ചാൽ മതി. നമ്മുടെ കണ്ണിന് ചുറ്റും ഡാർക്ക് സർക്കിൾ ഒരു പരിധി വരെ നമുക്ക് തടഞ്ഞു നിർത്താൻ പറ്റും. ധാരാളം വെള്ളം കുടിക്കുക, കണ്ണിനിടയ്ക്ക് ഒരു റെസ്റ്റ് കൊടുക്കുക. ഇടയ്ക്ക് നമ്മൾ നമ്മുടെ കുക്കുംബർ അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ് ഇതിൻ്റെയൊക്കെ കഷ്ണങ്ങൾ എടുത്ത് ഒന്ന് തണുപ്പിക്കുക, ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കുക കേട്ടോ. തണുപ്പിച്ചതിന് ശേഷം കണ്ണിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക, ഒന്ന് റിലാക്സ് ചെയ്യുക. ഇതൊക്കെ നമ്മുടെ കണ്ണിന് നല്ലൊരു കൂളിംഗ് എഫക്റ്റ് കിട്ടാൻ നല്ലതാണ്. എല്ലാവർക്കും എന്താ പറയുക, മുഖത്ത് എല്ലാവരും ഒന്ന് മേക്കപ്പ് ചെയ്യുന്ന ആൾക്കാരായിരിക്കില്ല. മേക്കപ്പ് ചെയ്യാത്തവർക്ക് മുഖം സുന്ദരമായി നടക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യണം കേട്ടോ. എന്നാൽ മാത്രമേ നമ്മുടെ സ്കിൻ നന്നാവുള്ളൂ. ഇങ്ങനെയൊക്കെ പറയണ ഇനിയിപ്പോൾ ചിലപ്പോൾ ഇതിൻ്റെ ചോട്ടിലിൻ്റെ കമൻറ്റ് വരും, ഇങ്ങനെയൊക്കെ പറയണ ആളുടെ മുഖത്ത് ഇങ്ങനെയൊക്കെയാണല്ലോ പ്രശ്നം. എൻ്റെ മുഖത്ത് ഇതിനേക്കാളും പ്രശ്നമായിരുന്നു കേട്ടോ. ഭയങ്കര പ്രശ്നമായിരുന്നേ. പിഗ്മെൻറ്റേഷന് ഡാർക്ക് സർക്കിളൊക്കെ നല്ലപോലെ കറുത്തിരുണ്ടുണ്ടായിരുന്നതാണ്. സ്കിന്ന് ശ്രദ്ധിച്ച് ഒരുവിധം കുഴപ്പമില്ലാതെ ഞാൻ ആക്കിയെടുത്തിട്ടുണ്ട്. ഇപ്പോഴും സ്കിന്ന് ശ്രദ്ധിക്കണമുണ്ട അധികം കുഴപ്പമില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അത്യാവശ്യം ജീവിതത്തിൽ ടെൻഷൻ ഉള്ളത് കൊണ്ട് തന്നെ ചില ദിവസങ്ങളിൽ മുഖം നല്ല ക്ലിയർ ആയിരിക്കും, നല്ലതായിരിക്കും. ചില ദിവസങ്ങളിൽ ടെൻഷനുള്ള ദിവസങ്ങളിലാണ് എൻ്റെ മുഖം കൂടുതൽ ഡള്ളായിരിക്കണത്. ഇപ്പോൾ പോണൊരു എൻ്റെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ടെൻഷനോട് കൂടിയുള്ള ജീവിതത്തിൻ്റെ ആ ഒരു ഇതിലാണ് പോണത്. അതുകൊണ്ട് തന്നെ നമ്മൾ സ്കിന്ന് നമ്മൾ ശ്രദ്ധിക്കുകയാണെന്ന് വെച്ചാലും ടെൻഷൻ നമ്മുടെ മുഖത്തുണ്ട്, അല്ലെങ്കിൽ ടെൻഷൻ നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിന് ഇത്ര ഒരു ക്ലിയർനെസ് ഒക്കെ കിട്ടുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് എൻ്റെ ഈ വാക്കുകൾ കേൾക്കാം, നിങ്ങൾക്ക് ഞാൻ ചെയ്യണ പോലെയൊക്കെ ചെയ്യുക. നിങ്ങൾ ചെയ്ത് നോക്ക്, നിങ്ങൾക്ക് ഉറപ്പായിട്ട് റിസൾട്ട് കിട്ടും. എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയത് തന്നെയാണ്. ഇപ്പം എൻ്റെ ജീവിത സാഹചര്യം ഇങ്ങനെ ആയതുകൊണ്ടാണ് എൻ്റെ സ്കിന്നിന് ചില സമയത്തൊക്കെ ഒരു ഡൾനെസ് കാണുന്നത്. കുറേ പേര് കമൻറ്റിൻ്റെ ചോട്ടിലിട്ടുണ്ട്, ചേച്ചിയുടെ മുഖം ഭയങ്കര ഡള്ളാണല്ലോ, ചേച്ചിയുടെ മുഖം അത്ര ബ്രൈറ്റ് അല്ലല്ലോ എന്നുള്ളതൊക്കെ പറഞ്ഞിട്ട്. നിങ്ങൾ എൻ്റെ മുഖം നോക്കിയിട്ട് മാത്രം ചെയ്യാതെ ഇതിലുള്ള ഇൻഗ്രീഡിയൻസ് നോക്കി നിങ്ങളൊന്ന് ചെയ്ത് നോക്കി, തീർച്ചയായും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും കേട്ടോ. കുറേ പേരുടെ കമൻറ്റിനൊന്നും എനിക്ക് മറുപടി കൊടുക്കാൻ പറ്റാറില്ല. അതുകൊണ്ടാണ് ചില വീഡിയോയിലൊക്കെ ഞാൻ അതിനുള്ള മറുപടി തരണത് കേട്ടോ. എൻ്റെ ചില ആ ഒരു ഇതൊക്കെ നമുക്ക് നല്ല വേദന ഉണ്ടാക്കിക്കണം തന്നെയാണ് ചിലവരുടെ കമൻറ്റുകൾ. ചിലവർ മൊത്തം ഓരോ വീഡിയോയുടെ ചോട്ടിലും വന്നിട്ട് വെറും നെഗറ്റീവ് മാത്രമുണ്ട്. എന്താണെന്ന് വെച്ചുകൊണ്ട് പറഞ്ഞാൽ ഇത്രയും നെഗറ്റീവ് ഇടുമ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കും. ഒരാൾ ഇത്രയൊക്കെ പറയുമ്പോൾ അതിൽ എന്തെങ്കിലും ഒരു സത്യം ഉണ്ടാവും. ഞാനത് ചെയ്ത് നോക്കട്ടെ, വേണ്ടി ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ ചെയ്യും. എൻ്റെ മുഖം നോക്ക്, ഏറ്റവും ഭംഗിയുള്ള ഒരാൾ ചെയ്താൽ മാത്രമേ ആ സ്കിൻ മറ്റുള്ളവരുടെ സ്കിന്ന് ശരിയാവുള്ളൂ എന്നുണ്ടോ? അങ്ങനെയൊന്നും ഇല്ല. നമ്മൾ സ്കിൻ ഒട്ടും നന്നല്ലാത്ത ഒരാൾ ചെയ്ത് ആ സ്കിന്നിനെ ഒന്ന് നന്നാക്കി കാണിക്കുമ്പോഴല്ലേ അതൊരു നല്ലൊരു അവരുടെ മുഖം ഇങ്ങനെയായിരുന്നു, ഇപ്പം ഇത്രയും ക്ലിയർ ആയി എന്ന് മനസ്സിലാക്കുമ്പോഴല്ലേ അതിലൊരു ചാലഞ്ചായിട്ട് നമുക്ക് ഏറ്റെടുക്കാൻ പറ്റുള്ളൂ. എൻ്റെ സ്കിൻ മഹാ പൊട്ടയായിരുന്നു, ഞാൻ ഇത്രയും മാറ്റിയെടുത്തില്ലേ. അപ്പം നിങ്ങൾ എൻ്റെ ആ പഴയ ഫോട്ടോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അത് ഞാൻ എഡിറ്റ് ചെയ്തെടുത്തതൊന്നുമല്ല, എൻ്റെ പഴയ ഫോട്ടോയാ, ഒരു 4-5 വർഷം മുമ്പുള്ള ഫോട്ടോ ഒക്കെയാ അത്. അപ്പം അതിൽ നിന്ന് ഞാൻ ഇത്രയും മാറ്റിയെടുത്തു. അത് ഏറ്റവും നല്ല കാര്യം എന്ന് നിങ്ങൾ ചിന്തിക്കുക. നിങ്ങളിത് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴും നിങ്ങളുടെ സ്കിൻ ശ്രദ്ധിക്കണതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ ഭക്ഷണ കാര്യങ്ങളും കൂടി ശ്രദ്ധിക്കണം കേട്ടോ. എന്നാലും നിങ്ങൾക്ക് കുറേയൊക്കെ ഒരു മാറ്റം കിട്ടുള്ളൂ. നമ്മൾ മുഖത്ത് കുറേ തേച്ചിട്ട് കാര്യമില്ലേ, നമ്മുടെ സ്കിന്നിലേക്ക് നമ്മൾ തേച്ചിട്ട് കാര്യമില്ലേ, കൊടുക്കും കൂടി വേണം. അപ്പോഴാട്ടോ റിസൾട്ട് കിട്ടുക. വെള്ളം കുടിക്കാൻ ഒരു മടിയും കാണിക്കരുത്, സൺസ്ക്രീൻ തേക്കാൻ ഒരു മടിയും കാണിക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഞാനിതാ പിങ്ക് കളറിലുള്ള ഒരു പാക്കാണെന്ന് ഉണ്ടാക്കി കൊണ്ടുവന്നിരിക്കുന്നത്. സ്കിന്നൊക്കെ പിങ്ക് കളറാവാൻ സഹായിക്കും, പിഗ്മെൻറ്റേഷൻ മാറും, പാടുകൾ മാറും, നല്ലപോലെ മുഖം ബ്രൈറ്റ് ആക്കാനും സഹായിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഇതെന്താ നോക്കിയിട്ട് വരാം. അതിന് മുന്നോട്ടായിട്ട് ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കണ്ടുവച്ചാൽ എൻ്റെ പേര് ദീപ എന്നാട്ടോ. നിങ്ങൾ വീഡിയോസൊക്കെ ഒന്ന് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, അതുപോലെ ലൈക്ക് ചെയ്യാനൊന്നും ആരും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയ്ക്ക് പോകാം.
അപ്പോൾ ഇന്ന് വിറ്റാമിൻ സി അടങ്ങിയിട്ടുള്ള നല്ലൊരു പാക്കാണ് ഉണ്ടാക്കുന്നത്. നമുക്കാകെ 2-3 ഇൻഗ്രീഡിയൻസേ വേണ്ടൂ. മെയിൻ ഇൻഗ്രീഡിയൻസ് നമ്മുടെ ഈ വിറ്റാമിൻ സിയുടെ ടാബ്ലറ്റ് തന്നെയാണ് കേട്ടോ. എത്രയോ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുള്ളതാണ്. നമുക്ക് ഈ വിറ്റാമിൻ സിയുടെ ടാബ്ലറ്റ്, വിറ്റാമിൻ സി ടാബ്ലറ്റ് വേണം പറഞ്ഞാൽ കിട്ടും. നമ്മളൊരു അട്ട വാങ്ങുകയാണെന്ന് അധിക വിലയൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് കഴിക്കാനും ഫേസിലേക്ക് ഞാൻ സിറം ഉണ്ടാക്കി കാണിച്ചു തന്നിട്ടുണ്ട്. പാക്കുകളൊക്കെ വേറെ പലതരത്തിലുണ്ടാക്കി കാണിച്ചു തന്നിട്ടുണ്ട്. എനിക്ക് ഏറ്റവും നല്ലതായി തോന്നിയത് കാരണം ഞാനിത് എപ്പോഴും വാങ്ങി വയ്ക്കാറുണ്ട്. ഇനിയിപ്പോൾ ഒരു 3 എണ്ണം കൂടെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ ഓൾറെഡി ഞാനിപ്പോൾ ഒരു വിറ്റാമിൻ സി എടുത്ത് ഒരു ടാബ്ലറ്റ് എടുത്ത് നല്ലപോലെ പൊടിച്ചു. നമ്മൾ ഇടിമുട്ടിയിലിട്ട് നല്ലപോലെ പൊടിച്ച് വെച്ചിരിക്കുകയാണ് ഞാൻ കേട്ടോ. അപ്പോൾ അത് വിറ്റാമിൻ സി ടാബ്ലറ്റ് ഒരെണ്ണം, ഒരു 1/2 സ്പൂണോളം നമ്മുടെ അരിപ്പൊടി, പച്ചരിയുടെ പൊടി എടുക്കുക. നമുക്ക് ടാബ്ലറ്റ് ഒരെണ്ണം വേണം കേട്ടോ. ഇനി അഥവാ നിങ്ങളുടെ കയ്യിൽ വിറ്റാമിൻ സിയുടെ ടാബ്ലറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ചേർക്കാൻ പറ്റുന്ന കാര്യം ഓറഞ്ച് പീൽ പൗഡർ ഉണ്ടെച്ചാൽ, ഓറഞ്ചിൻ്റെ തൊലി ഉണക്കി പൊടിച്ചതുണ്ടെച്ചാൽ നിങ്ങൾക്ക് അതെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഇത് ഞാനിപ്പോൾ ഈ മിക്സ് ചെയ്യണ പോലെ അരിപ്പൊടി എടുത്ത് അതിൽ ഓറഞ്ചിൻ്റെ ജ്യൂസോ ചെറുനാരങ്ങ ജ്യൂസോ ഒഴിക്കുക കുറച്ച്. അതിന് ശേഷം നിങ്ങൾക്ക് തൈര് ഒഴിച്ചോ പാലൊഴിച്ചോ മിക്സ് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ ഒഴിക്കണത് കാച്ചാത്ത പാലാണ് കേട്ടോ, പാക്കറ്റ് പാലാണ് ഒഴിക്കണത്. അത് നമുക്കിതിൽ മിക്സ് ചെയ്യാൻ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം. ഇത് നമ്മുടെ സ്കിൻ നല്ലപോലെ ബ്രൈറ്റ് ആവാനും നമ്മുടെ മുഖത്തെ പാടുകളൊക്കെ മാറാനൊക്കെ നല്ലപോലെ സഹായിക്കും. വിറ്റാമിൻ സി സ്വതവേ നമ്മുടെ മുഖത്തുള്ള പിഗ്മെൻറ്റേഷൻ മാറാനൊക്കെ നമ്മുടെ ഏറ്റവും കൂടുതൽ സഹായിക്കുക കേട്ടോ. നിങ്ങൾക്ക് ഇത് ആഴ്ചയിൽ 2 വട്ടം ഉപയോഗിച്ചാൽ മതി. സ്കിന്നൊന്ന് ബ്രൈറ്റ് ആക്കാൻ ഇത് അടിപൊളി പാക്കാണ്. ഇത് ഉണ്ടാക്കി എടുത്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്ലൈ നമ്മൾ ഉണ്ടാക്കുക, ഇടുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ പാക്ക് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഞങ്ങൾ കണ്ടുല്ലോ നമ്മുടെ ഇൻഗ്രീഡിയൻസ്. നമ്മൾ റൈസ് പൗഡർ നമ്മളാണ് അധികം ഉപയോഗിക്കാത്തത് കേട്ടോ. സത്യം പറഞ്ഞാലോ ഈ കൊറിയൻ സ്കിന്നൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, അവർ അധികം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് പറഞ്ഞാൽ നമ്മുടെ ഈ റൈസ് വാട്ടർ, കഞ്ഞിവെള്ളം, എന്താ പറയുക, നമ്മുടെ റൈസ് പൗഡർ വെച്ചിട്ടുള്ളത്, റൈസ് വെച്ചിട്ടുള്ള കാര്യങ്ങൾ മാത്രം അവരുടെ തലയിലേക്കാണെച്ചാലോ ഹെയറിലേക്കാണെച്ചാലോ അവരുടെ സ്കിന്നിലേക്കാണോ അവർ കൂടുതൽ ഉപയോഗിക്കുന്നത്. അത്രയും തിളക്കം അവരുടെ സ്കിന്നിന്. ഗ്ലാസ് സ്കിന്ന് എന്നൊക്കെ പറയണത് അവരുടെ അത്രയും നല്ല സ്കിന്നാണ്. നമ്മളാ ഈ അരിയുടെ അധികം ഉപയോഗിക്കാത്തത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് നമ്മുടെ സ്കിന്നിക്ക് ഒരു മസാജ് കൊടുക്കാം. മുടിയൊക്കെ ഒന്ന് മാറ്റി വെച്ച് നല്ലൊരു മസാജ് കൊടുക്കുക. നിങ്ങൾ ഡെയിലി ഇപ്പോൾ ഞാൻ മസാജ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ഞാൻ 1 മിനിറ്റ് 2 മിനിറ്റൊക്കെ ഞാൻ മസാജ് ചെയ്യാറില്ല. ഞാൻ അധിക ടൈം മസാജ് ചെയ്യാറില്ല. നിങ്ങൾ എപ്പോഴെങ്കിലും ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ സ്കിന്നിലേക്ക് ഒരാഴ്ചയിൽ ഒരു 5 മിനിറ്റിൻ്റെ മസാജൊക്കെ നല്ലതാണ് കേട്ടോ. അത് നമ്മുടെ സ്കിന്നിന് നോവിക്കാത്ത വിധത്തിൽ നല്ല സോഫ്റ്റായിട്ടൊരു മസാജ് കൊടുക്കുക. നല്ല ആ ഒരു മസാജിലൂടെ നമ്മുടെ സ്കിന്നിൽ ബ്ലഡ് സർക്കുലേഷൻ കൂടാൻ സഹായിക്കും കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു മസാജ് കൊടുക്കുകയാണേ. ഞാനൊരു 1 മിനിറ്റിൻ്റെയൊക്കെ മസാജ് ഇപ്പോൾ ഒന്ന് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാനൊരു ചെറിയൊരു മസാജ് കൊടുത്ത് ഇനി നമുക്കിത് പാക്ക് ഇടാം. നമ്മുടെ വിറ്റാമിൻ സി ടാബ്ലറ്റ് എന്തിനാണ് ഉപയോഗിക്കണമെന്ന് വെച്ചുകൊണ്ട് പറഞ്ഞാൽ പിഗ്മെൻറ്റേഷൻ മാറാൻ സഹായിക്കും. വിറ്റാമിൻ സി ടാബ്ലറ്റ് വെച്ചിട്ടേ ഞാനൊരു സിറം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതെനിക്ക് ഏറ്റവും ഗുണം ചെയ്തൊരു സാധനമാണ്. 1 വർഷത്തോളമായി. അതിനിടയ്ക്ക് ഞാൻ പിന്നെ ഒരു വട്ടം കൂടി ഉണ്ടാക്കി. പിന്നെ ഇത് ഞാൻ കാണിച്ചു തന്നിട്ട് ഒരുപാട് പേര് ഉണ്ടാക്കി, അവർക്കൊക്കെ നല്ല റിസൾട്ട് കിട്ടിയതാണ്. അതിന് ശേഷം ഞാൻ പലതരത്തിലുള്ള പാക്ക് ഉണ്ടാക്കി. അതെല്ലാം എനിക്ക് വിറ്റാമിൻ സി വെച്ചിട്ടുള്ള പാക്കുകളൊക്കെ എനിക്ക് ഒരുപാട് സഹായം ചെയ്തിട്ടുണ്ട്. എൻ്റെ മുഖത്തെ പിഗ്മെൻറ്റേഷൻ മാറാനാണെച്ചാലും ശരി, എൻ്റെ മുഖത്തിന് ഒരു തിളക്കം, ഒരു ഗ്ലോ തരാൻ, ഒന്ന് വെളുക്കാനൊക്കെ നല്ലപോലെ സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിറ്റാമിൻ സിയുടെ ടാബ്ലറ്റ് എൻ്റെ അടുത്ത് എപ്പോഴും ഉണ്ടാവും. അത് ഞാൻ പൊടിച്ചിട്ട് ഇതുപോലെ പാക്കുകൾ ഇങ്ങനെ പലതരത്തിലും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിപ്പോൾ റൈസ് പൗഡർ വെച്ചിട്ട് ഞാനിപ്പോൾ ആദ്യമായിട്ടാട്ടോ ഉണ്ടാക്കണം. അപ്പോൾ ഈ വിറ്റാമിൻ സിയുടെ കൂടെ റൈസ് പൗഡറും കൂടി ചേർന്നാൽ നല്ല അടിപൊളിയായിരിക്കുന്ന എൻ്റെ ഒരു വിശ്വാസം. നമുക്ക് എന്തായാലും റിസൾട്ട് ഒരുമിച്ച് കാണാം. ഞാനും ആദ്യമായിട്ടാണ് ചെയ്യണത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇതിൻ്റെ ഈ ഒരു റൈസ് പൗഡർ ചേർന്നിട്ട് വിറ്റാമിൻ സിയുടെ ഇതും കൂടി ചേരുമ്പോൾ എങ്ങനെയാണ് റിസൾട്ട് എന്നുള്ളത് അറിയില്ല. ഞാനും നിങ്ങളുടെ കൂടെ തന്നെ കാണാൻ പോണത്. നമുക്ക് നോക്കാം എങ്ങനെയാണ് റിസൾട്ട് കിട്ടണത് എന്നുള്ളത്. എനിക്ക് നല്ല ആകാംക്ഷയുണ്ട് ഇതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും എന്നറിയാൻ. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, ആർക്ക് വേണമെങ്കിലും ചെയ്യാം ഇത്. അപ്പോൾ ഇത് നല്ല റിസൾട്ട് കിട്ടേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്കിത് ആഴ്ചയിൽ ഒരു 2 വട്ടമൊക്കെ ചെയ്യുകയാണെന്ന് വെച്ചാൽ സ്കിൻ നല്ല തിളക്കമായിരിക്കും കേട്ടോ എപ്പോഴും. അതുപോലെ തന്നെ സ്കിന്നിലെ പാടുകളും പ്രശ്നങ്ങളൊക്കെ മാറാൻ കൂടി ഇത് നമുക്ക് നല്ല സഹായമാണ്. ഞാനിപ്പോൾ ഇത് കണ്ണിൻ്റെ അടിയിലൊക്കെ നല്ലപോലെ തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. കണ്ണിൻ്റെ അടിയിലെ ഡാർക്ക് സർക്കിളൊക്കെ മാറും കേട്ടോ. ഇത് ഞാനിപ്പോൾ മുഖത്ത് മൊത്തം ചെറിയൊരു മസാജ് കൊടുത്തതിന് ശേഷം മുഖത്ത് മൊത്തം ഇട്ട് കൊടുത്തു അതിലുള്ളത്. അപ്പോൾ എനിക്കിപ്പോഴും തിരിയും കൂടി കൂടുതൽ കറുപ്പായിട്ട് കാണുന്നത് ഇവിടെയാണ്, ഈ ചുണ്ടിൻ്റെ മുകളിലായിട്ട്. അപ്പോൾ ഞാൻ അവിടെ കട്ടിക്കിട്ട് കൊടുക്കുക. ഇപ്പോൾ എൻ്റെ മുഖത്ത് മൊത്തം ഇട്ട് കൊടുത്തു. നമുക്കൊരു 20 മിനിറ്റ് വെയിറ്റ് ചെയ്യാം.
ഇപ്പം എൻ്റെ മുഖത്തിട്ടിട്ട് 20 മിനിറ്റായി, ഒരു വിധമൊക്കെ ഒന്ന് ഉണങ്ങിയിട്ടുണ്ട്. ഞാൻ അത് കഴുകിയിട്ട് റിസൾട്ട് കാണിച്ചു തരാം കേട്ടോ. ഇപ്പം ഞാൻ മുഖം കഴുകിയിട്ട് വന്നു കേട്ടോ. നമ്മൾ കാച്ചാത്ത പാലായതുകൊണ്ട് തന്നെ സ്കിൻ അങ്ങനെ ഡ്രൈ ആവില്ല, നല്ലൊരു മോയ്സ്ചറായിരിക്കും. എന്നാൽ ഭയങ്കര ഓയിലി അല്ല. പിന്നെ അതുപോലെ തന്നെ സ്കിൻ നല്ല സോഫ്റ്റായി, നല്ല സോഫ്റ്റായി. അതുപോലെ തന്നെ സ്കിന്നിനൊരു 1-2 ഷെയ്ഡൊന്ന് കളർ വന്നിട്ടുണ്ട്. നമ്മൾ ഒരു വട്ടം ഉപയോഗിക്കുമ്പോഴേക്കും നമ്മുടെ പിഗ്മെൻറ്റേഷനോ പാടുകളൊന്നും മാറില്ല. നമ്മുടെ ആ ടാൻ പൂർണ്ണമായി മാറി സ്കിന്നൊന്ന് ക്ലിയർ ആവുക ചെയ്യുക കേട്ടോ. പിന്നെ ബാർ നമ്മൾ പിന്നെയും ഉപയോഗിക്കുമ്പോഴാണ് നമ്മുടെ മുഖത്തുള്ള പിഗ്മെൻറ്റേഷൻ മാറുന്നതും അതുപോലെ തന്നെ പാടുകളൊക്കെ മാറുന്നതും സ്കിൻ നല്ല വെളുത്തതായിട്ട് നമുക്ക് വരും ചെയ്യും കേട്ടോ. അപ്പോൾ ഫസ്റ്റ് യൂസിൽ ഇത്രയും റിസൾട്ടാണ് എനിക്ക് കിട്ടിയത്. നിങ്ങൾ ചെയ്ത് നോക്കി റിസൾട്ട് എങ്ങനെ കിട്ടിയെന്നുള്ളത് കമൻറ്റ് വഴി അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ എല്ലാവർക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട് എല്ലാവരും ഒന്ന് കാണാൻ ശ്രമിക്കുക. നമുക്കപ്പോൾ അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. ഓക്കെ, ബൈ.